Hi, welcome to Sajis Innovations. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡിഫറൻറ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് നിങ്ങളിൽ പലരും കേൾക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു ഐറ്റമാണ്. അതായത് മുട്ട കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ്. ഈ മുട്ട നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല, പലരും കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിന് അൺലെയ്ഡ് ചിക്കൻ എഗ്സ് എന്നാണ് പറയുക. അത് കോഴി ഇടാത്ത കോഴിമുട്ട. നമ്മൾ എന്താ പറയുക, ഇറച്ചിക്ക് വേണ്ടി കോഴിയെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന മുട്ടയാണ്. മുട്ടക്കോഴികളുടെ ധാരാളം കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ച് കിട്ടുള്ളൂ, 250 ഗ്രാം ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഒരു റോസ്റ്റ്, അൺലെയ്ഡ് ചിക്കൻ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം പീസ് ഇഞ്ചി വെച്ചിട്ടുണ്ട്, മല്ലിയില കറിവേപ്പില വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മസാല പൗഡറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇടുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ഞാൻ പറഞ്ഞുതരാം. വളരെ ടേസ്റ്റിയാണ് ഇത്, എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു പാന് അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുന്നുണ്ട്. ചൂടാകുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതിയിട്ട് എണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ, ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതൊന്ന് ചതച്ചാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ സവാളയാണ്. നിങ്ങളിത് ചെറിയ ഉള്ളിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ. എളുപ്പം ചെയ്യണമെങ്കിൽ സവാളയാണ് നല്ലത്. സോ സവാളയായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഫ്ലെയിം പരമാവധി ലോ ആക്കി വെച്ചിട്ട് ഇതിലാവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലിടാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ വെച്ചിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൊമാറ്റോ ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ ആയിട്ട് ചേരണം കേട്ടോ. നമ്മുടെ മസാല ഇപ്പോൾ സെറ്റായിട്ടുണ്ട്, ടൊമാറ്റോ അതുമായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കണ്ട, കാരണം ചൂടുവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഈ മുട്ട പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് അതിലേക്ക് മസാലയ്ക്ക് ഇട്ടാലും മുട്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ മുട്ട വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, വളരെ ചെറിയ മുട്ടകൾ മുതൽ വലിയ മുട്ട വരെ ഉണ്ട് കണ്ടോ. ഈ എൻ്റെ വിരൽ ചേർന്ന് കാണുന്ന ചെറിയ മുട്ടകളാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കണ്ടേ. ഈ മുട്ട വളരെ പെട്ടെന്ന് വേവും, കാരണം ഈ മുട്ടയ്ക്കകത്ത് ശരിക്കും എഗ് യോക്ക് മഞ്ഞ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ഥിരം കഴിക്കേണ്ട കേട്ടോ, എന്നാലും കിട്ടിയാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സാധനം. അപ്പോൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിൽ തന്നെ വേവും. എന്നാലൊരു 5-7 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കുഞ്ഞമുട്ട ഒരു 5 മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വേവും കണ്ടോ. ഇതിനി നമ്മൾ ഈ അടപ്പ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ് ആകുന്നവരെ, തിക്കായിട്ട് ഗ്രേവി വേണമെങ്കിൽ തിക്കായിട്ട്, നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്, അത് കണക്കാക്കി സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ അൺലെയ്ഡ് ചിക്കൻ എഗ് റോസ്റ്റ് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യണേ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു സംഭവം കൂടെ ബാക്കിയുള്ളൂ, കുറച്ച് മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ അൺലെയ്ഡ് ചിക്കൻ എഗ് റോസ്റ്റ് റെഡിയാണ്. നമുക്കിതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പോൾ നമ്മുടെ കോഴി ഇടാത്ത കോഴിമുട്ട കൊണ്ടുള്ള റോസ്റ്റ് റെഡിയാണ്. കണ്ടോ, വളരെ യമ്മിയാക്കി ഇട്ടാക്കി വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണോ, അപ്പത്തിൻ്റെ കൂടെ വേണോ, ചപ്പാത്തിയുടെ കൂടെ വേണോ, ഇവൻ ചോറിൻ്റെ കൂടെ വേണോ, എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാം. പക്ഷേ ഞങ്ങൾ ഇന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അപ്പമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിക്കാം അതെങ്ങനെ ഉണ്ടാവുമെന്ന്. കണ്ടോ, അകം ശരിക്കും എഗ്ഗ് യോക്ക് മാതിരി ഉണ്ടാവും. നമ്മുടെ മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൽ വൈറ്റ് ഉണ്ടാവില്ല. കണ്ടോ, അപ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പം എടുക്കുക, ഇച്ചിരി മസാല, കറി കഷ്ണം മുട്ട. കിഡിലിനായിട്ടുണ്ട്, ശരിക്കും യമ്മി ആയിട്ടുണ്ട്. എന്തെങ്കിലും മാർഗ്ഗമാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ കോഴി കട്ട് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന മുട്ട വെച്ച് കുറച്ച് മുട്ട വെച്ചാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചില ഹോട്ടൽസിൽ ചിക്കൻ പാർട്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ സാധനം കിട്ടുന്നുണ്ട്, അങ്ങനെ പോലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ആൻഡ് ക്രിയേഷൻസ്.